നസ്കൻ പിണറായി വിജയൻ്റെ വീട്ടിൽ ഇ റെയ്ഡ് നടത്തിയത് രാഷ്ട്രീയ പകവീട്ടലിൻ്റെ ഭാഗമാണെന്നാണ് പിണറായിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഡിയുടെ വാഹനങ്ങൾ തല്ലി തകർത്തതും ഡിയുടെയും ഡിയുടെയും മോഡിയുടെയും അഭ്യാസമൊന്നും നടക്കില്ല എന്ന് പറയുന്നതും. മുഖ്യമന്ത്രി ഡി ആവട്ടെ കമാന്നൊരക്ഷരം പറയാതെ മൗനം പാലിക്കുന്നു. പലരും കരുതുന്നത് രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായി പിണറായി വിജയനെ വേട്ടയാടുന്നതാണ് ഈ കേസെന്നാണ്. വാസ്തവത്തിൽ എന്താണ് മാസപ്പടി കേസെന്ന് പലർക്കും നിശ്ചയമില്ല. ഈ കേസിൽ പിണറായി വിജയനോ ഏതെങ്കിലും CPM നേതാവോ പ്രതികളല്ല. പിണറായിയുടെ വീട്ടിൽ അവർ റെയ്ഡ് നടത്തിയത് പ്രതിയായ മകൾ വീണ വിജയൻ പിണറായിയോടൊപ്പം താമസിക്കുന്നത് കൊണ്ടാണ്. ഒരുപക്ഷെ പിണറായി മകളെ തൻ്റെ വീട്ടിൽ താമസിപ്പിക്കാൻ തീരുമാനിച്ചതുപോലും ഈ റെയ്ഡ് ഒഴിവാക്കാനാവും. വാസ്തവത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പിണറായിയെ ടാർഗറ്റ് ചെയ്യുന്നത് മകളെയാണ്. എന്താണ് പിണറായിയുടെ മകൾ ചെയ്ത കുറ്റം? എന്തിനാണ് പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്? എന്തായിരിക്കും ഇനി പിണറായിയുടെ മകളുടെ ഭാവി? ഇത്തരം കാര്യങ്ങളിൽ പലർക്കും ആശയക്കുഴപ്പമുള്ളത് കൊണ്ട് തന്നെ അത് വിശദീകരിക്കാനാണ് ഈ വീഡിയോ. ഇന്ന് വിശദമായി തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇറക്കിയിരിക്കുന്ന ഒരു പത്രക്കുറിപ്പുണ്ട്. ആ പത്രക്കുറിപ്പിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമുണ്ട്. ആ പത്രക്കുറിപ്പ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതേപടി വായിച്ചു കേൾപ്പിച്ചാൽ തന്നെ എല്ലാ സംശയങ്ങളും മാറും. ഒരു കാര്യം കൂടി പറയാതെ ആ പത്രക്കുറിപ്പിലേക്ക് പോവുക അസാധ്യമാണ്. ഇതുവരെ പിണറായിയുടെ മകൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ടാർഗറ്റ് ആയിരുന്നില്ല. ഏതാണ്ട് 130 കോടിയുടെ ഈ കള്ളപ്പണ ഇടപാടിൽ 1,72,00,000 രൂപ മാത്രമാണ് പിണറായിയുടെ മകളുടെ കയ്യിൽ എത്തിയത്. ഈ കേസിൻ്റെ പ്രധാന ടാർഗറ്റ് CMRL കമ്പനിയുടെ പ്രധാന ഉടമയായ ശശിധരൻ കർത്ത മാത്രമായിരുന്നു. എന്നാൽ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ഡിയെ വെല്ലുവിളിക്കുകയും ചെയ്തതോടെ അവർ ഇനി അത്ര നിസ്സാരമായി ഇതിനെ കാണില്ല. പിണറായിയുടെ മകൾക്ക് നോട്ടീസ് കൊടുത്ത് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുകയും ചെയ്താൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. ഈ നോട്ടീസിനെതിരെ പിണറായിയുടെ മകൾ കോടതിയിൽ പോയാൽ ഇന്നലെ നടന്ന ആക്രമണം വിനയായി മാറും. അതുകൊണ്ട് തന്നെ പിണറായിയുടെ മകൾ ജയിലിലാവാനുള്ള സാധ്യത ഏറി വരുന്നു. എന്താണ് മാസപ്പടി കേസ്? എന്തുകൊണ്ടാണ് പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് എന്നറിയാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇറക്കിയിരിക്കുന്ന പത്രക്കുറിപ്പ് മാത്രം ശ്രദ്ധിച്ച് കേൾക്കുക. അതിൻ്റെ ജെമിനിയിൽ വരുത്തിയ മലയാളം പരിഭാഷയാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത്. ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ് ED കൊച്ചി സോൺ 27/01/2026 മെസ്സേഴ്സ് കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടെയിൽസ് ലിമിറ്റഡ്, അതിൻ്റെ ഡയറക്ടർമാരായ ശ്രീ SN ശശിധരൻ കർത്ത, ശ്രീ ശരൺ S കർത്ത, ശ്രീമതി വീണ, അവരുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി. കോട്ടയം, എറണാകുളം, കണ്ണൂർ, തിരുവനന്തപുരം, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലെ 10 സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തിയത്. പൊതുജനങ്ങൾക്ക് 48.75% ഓഹരികളും കേരള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അഥവാ KSIDC 13.41% ഓഹരിയും 31/01/2021 കണക്കനുസരിച്ച് ഉള്ളൊരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയാണ് CMRL. ആദ്യം മനസ്സിലാക്കേണ്ടതാണ് CMRLനെ കുറിച്ച്. രണ്ടാമത്തേത് 2019 ജനുവരിയിൽ ആദായ നികുതി വകുപ്പ് CMRL പരിശോധന നടത്തുന്നു. ഈ പറഞ്ഞ CMRL 2019 7 വർഷം മുമ്പ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധന നടത്തുന്നു. ഈ സമയത്ത് ഏകദേശം 130 കോടി രൂപയുടെ വ്യാജ ചെലവുകൾ കണ്ടെത്തുന്നു. ഈ വ്യാജ ചെലവുകൾ CMRL തന്നെ ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് കമ്മീഷന് മുന്നിൽ സമ്മതിച്ചിട്ടുള്ളതാണ്. അതായത് 2019 ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് CMRL പരിശോധന നടത്തിയപ്പോൾ അവർ ചെലവ് എന്ന നിലയിൽ എഴുതി വെച്ചിരിക്കുന്ന 130 കോടി രൂപ വ്യാജമാണെന്ന് കണ്ടെത്തുന്നു. അത്തരം ചെലവില്ല, അത് ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ചെലവ് എഴുതി വെച്ചതാണെന്ന് കണ്ടെത്തുന്നു. ഇതിന് പേര് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പിഴയിടുന്നു, കേസാവുന്നു. ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് കോടതിയിൽ ഈ CMRL ഇത് സമ്മതിച്ച് പിഴ അടയ്ക്കുന്നു. CMRL വിവിധ വ്യക്തികൾക്ക് നൽകിയ കൈക്കൂലിയെക്കുറിച്ചും CMRL ഉദ്യോഗസ്ഥർ നടത്തിയ വെളിപ്പെടുത്തലുകളെക്കുറിച്ചും ITSC അതിന് ഉത്തരവിൽ പരാമർശിച്ചിട്ടുണ്ട്. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് കോർട്ട് വിധി പ്രഖ്യാപിക്കുമ്പോൾ ഈ അഴിമതിയെക്കുറിച്ചും സെറ്റിൽമെൻറ്റിനെക്കുറിച്ചും വ്യക്തമായി പറയുന്നു. അതോടുകൂടി ആ കേസ് തീരുന്നു. 2019 പിന്നീട് ഇവിടെ പറയാത്തൊരു സംഗതിയുണ്ട്. മനോരമയിൽ വന്ന വാർത്ത, ഈ സെറ്റിൽമെൻറ്റിൽ അഴിമതി നടത്തിയിരിക്കുന്നതിനെക്കുറിച്ച് വാർത്ത മനോരമയിൽ 2024 വരുന്നു. അതനുസരിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ പരാതി കൊടുക്കുന്നു ഷോൺ ജോർജ്. ആ കാര്യം ഇവിടെ പറയുന്നില്ല. ആദായ നികുതി വകുപ്പിൻ്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ SFIO മുമ്പാകെ ഒരു പരാതി നൽകുകയും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം SFI അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. ഇതാണ് ഷോൺ ജോർജിൻ്റെ പരാതിയാണ്. ആരുടെ പരാതിയാണെന്ന് പറയുന്നില്ല. ഇതിന് പ്രകാരം SFI അന്വേഷണം ആരംഭിച്ചു. SFI ആരംഭിച്ച അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ED PMLA പ്രകാരം അന്വേഷണം ആരംഭിച്ചു. SFIO FIR ഇട്ട് കേസ് അന്വേഷണം തുടങ്ങിയപ്പോൾ ഈ ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടും SFIOയുടെ കണ്ടെത്തലുകളും ഉപയോഗിച്ചുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും അന്വേഷിക്കാൻ തുടങ്ങി. സമാന്തരമായി കള്ളപ്പണത്തെക്കുറിച്ച് അവരാണ് അന്വേഷിക്കേണ്ടത്.
എന്നാൽ അടിസ്ഥാനപരമായ കുറ്റകൃത്യങ്ങൾ ഇല്ലെന്ന കാരണത്താൽ CMRL ഇതിനെതിരെ കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും 12/04/2024 ഈ കേസിൽ ED ബലപ്രയോഗ നടപടികൾ പാടില്ല എന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തു. EDയുടെ അന്വേഷണത്തിനെതിരെ CMRL ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി സ്റ്റേ കൊടുക്കുന്നു. കോർപ്പറേറ്റ് തട്ടിപ്പിനെതിരെ ശ്രീ ശശിധരൻ കർത്തയ്ക്കും മറ്റ് 12 പേർക്കുമെതിരെ SFIO 3/4/2025 എറണാകുളത്ത് ബഹുമാനപ്പെട്ട അഡീഷണൽ സെഷൻസ് കോടതി 4 മുമ്പാകെ പ്രോസിക്യൂഷൻ പരാതി ഫയൽ ചെയ്തു. അതേസമയം SFIയുടെ അന്വേഷണം തുടർന്നു. SFIO 2025 ഏപ്രിൽ, അതായത് കഴിഞ്ഞ വർഷം കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്നു. SFIയുടെ പ്രോസിക്യൂഷൻ പരാതിയിൽ PMLA പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നു. SFIO ആ റിപ്പോർട്ടിൽ പറയുന്നു PMLA കുറ്റകൃത്യങ്ങളും ചെയ്തിട്ടുണ്ട്. SFIO വ്യക്തമാക്കുന്നതനുസരിച്ച് മാനേജിംഗ് ഡയറക്ടർ ശ്രീ SN ശശിധര കർത്തയും അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ ശരൺ കർത്തയും ലാഭവിഹിതം നൽകാതിരുന്നിട്ടും 2015-16 സാമ്പത്തിക വർഷം മുതൽ 2022-23 സാമ്പത്തിക വർഷം വരെ മൊത്തം 30.63 കോടി രൂപ പ്രതിഫലമായി കൈപ്പറ്റി. അത് CMRL എന്ന് പറഞ്ഞ കമ്പനി പബ്ലിക് ഇഷ്യൂ ഉള്ള കമ്പനിയാണ്. ആ കമ്പനി ലാഭവിഹിതം കൊടുക്കുന്നതിന് ലാഭമില്ല. പക്ഷേ എന്നിട്ടും ഇവർ ഈ കാലയളവിൽ 30 കോടി രൂപ പ്രതിഫലം കൈപ്പറ്റി. അതായത് അവരുടെ ശമ്പളം. ലാഭമില്ലാത്തൊരു കമ്പനിയിൽ നിന്നും ഇങ്ങനെ ശമ്പളം കൈപ്പറ്റാൻ ഡയറക്ടർമാർക്ക് സാധ്യമല്ല. അതും ചെലവ് വർദ്ധിപ്പിച്ച് നികുതി വെട്ടിക്കാനുള്ള നീക്കമാണെന്ന് കണ്ടെത്തുന്നു. 15 വർഷത്തിനിടയിൽ 182 കോടി രൂപയുടെ വ്യാജ പണച്ചെലവുകൾ ഉണ്ടായതായും SFI അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 182 കോടി രൂപ ഇല്ലാത്ത ചെലവ് അവർ ഉണ്ടാക്കി എന്ന് SFIO കണ്ടെത്തുന്നു. വിവിധ വ്യക്തികൾക്ക് കൈക്കൂലി നൽകാനാണ് ഇത് ഉപയോഗിച്ചത്. അതായത് 182 കോടി രൂപ വിവിധ വ്യക്തികൾക്ക് കൈക്കൂലി കൊടുക്കാൻ വേണ്ടി ഈ കമ്പനി ഉപയോഗിച്ചു എന്ന് SFIO കണ്ടെത്തുന്നു. ശ്രീ ശശിധരൻ കർത്തയുടെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനികൾക്ക് ട്രാൻസ്പോർട്ട് സേവനങ്ങൾക്ക് CMRL 91 കോടി രൂപ നൽകിയതായും ആരോപണമുണ്ട്. ഇത് കൂടാതെ ശശിധരൻ കർത്തയുടെ തന്നെ മറ്റൊരു കമ്പനിക്ക് 91 കോടി രൂപ നിയമവിരുദ്ധമായി കൈമാറി എന്നും കണ്ടെത്തുന്നു. CMRL രേഖപ്പെടുത്തിയ വ്യാജ ചെലവുകളിൽ ഒന്ന് കേരള മുൻ മുഖ്യമന്ത്രി ശ്രീ P. വിജയന്റെ മകൾ ശ്രീമതി വീണയ്ക്ക് നൽകിയ പണമാണ്. പിണറായി വിജയന് പണം നൽകിയത് വ്യാജ ചെലവായി SFIO കണ്ടെത്തുന്നു. ശ്രീമതി വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു ഏകാംഗ കമ്പനി, 1 പേഴ്സൺ കമ്പനി, IT കൺസൾട്ടൻസി സേവനങ്ങളുടെ മറവിൽ CMRL നിന്ന് മൊത്തം 2.78 കോടി രൂപയുടെ വ്യാജ പേയ്മെന്റുകൾ കൈപ്പറ്റി. കമ്പനിയും വീണയ്ക്ക് വ്യക്തിപരമായും കമ്പനിക്കുമായി 2.78 കോടി വ്യാജമായി കൈപ്പറ്റി സേവനം കൊടുത്തിട്ടില്ല. കൂടാതെ CMRL MD ശ്രീ ശശിധര കർത്ത നടത്തുന്ന എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എക്സാലോജി കമ്പനി കൃത്യസമയത്ത് തിരിച്ചടവ് നടത്തുന്നതിന് പരാജയപ്പെട്ടിട്ടും അവർക്ക് മൊത്തം 50 ലക്ഷം രൂപ വായ്പയായി നൽകി. ഇതുകൂടാതെ കർത്തയുടെ മറ്റൊരു കമ്പനി എക്സാലോജിക് എന്ന വീണയുടെ കമ്പനിക്ക് 50 ലക്ഷം രൂപ വായ്പ കൊടുത്തു, അത് തിരിച്ചു വാങ്ങിയില്ല. അപ്പോൾ അതും കൈക്കൂലിയായി കണക്കാക്കുന്നു. രേഖപ്പെടുത്തിയത് ലോണായാണെന്ന് മാത്രം. CMRL ഫയൽ ചെയ്ത റിട്ട് ഹർജി 26/05/2026 കേരള ഹൈക്കോടതി തള്ളുന്നു. 2024 CMRL ഹൈക്കോടതി കേസ് കൊടുത്തു. ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. ആ സ്റ്റേ ആണ് കഴിഞ്ഞ ദിവസം, അതായത് ചൊവ്വാഴ്ച 26-ാം തീയതി ഹൈക്കോടതി തള്ളുന്നത്. PMLA അന്വേഷണം ആരംഭിക്കുന്നത് നിയമസാധ്യതയുള്ളതാണെന്നും അന്വേഷണം ആരംഭിക്കുന്നതിന് അടിസ്ഥാനപരമായി കുറ്റകൃത്യം മുൻകൂട്ടി ആവശ്യമില്ലെന്നും ഹൈക്കോടതി വിലയിരുത്തി. കൂടാതെ വിധി പറയുന്ന തീയതിയിൽ SFIO PMLA പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുത്തി പ്രോസിക്യൂഷൻ പരാതി ഫയൽ ചെയ്തതിനാൽ അടിസ്ഥാനപരമായി കുറ്റകൃത്യം നിലവിലുണ്ടായിരുന്നെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കള്ളപ്പണ ഇടപാടിനെ കുറിച്ച് EDക്ക് അന്വേഷിക്കാം. പ്രത്യേകിച്ച് ഇവിടെ SFIO അന്വേഷിച്ചു കണ്ടെത്തിയ കാര്യങ്ങൾ രേഖയിലുള്ളപ്പോൾ അന്വേഷണം തെറ്റില്ല എന്ന് കോടതി കണ്ടെത്തുന്നു. അങ്ങനെയാണ് തള്ളുന്നത്. ശ്രീ SN ശശിധരൻ കർത്തയുടെ നേതൃത്വത്തിലുള്ള CMRL മാനേജ്മെന്റ് കുറ്റകൃത്യങ്ങളുടെ പണം സമ്പാദിച്ചതും വിവിധ വ്യക്തികൾക്ക് കൈക്കൂലി നൽകിയതും EDക്ക് മുമ്പിൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ED കേസ് അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. അന്വേഷണത്തിൽ ഈ കർത്തയുടെ കമ്പനി സാമ്പത്തിക തിരിമറി നടത്തിയെന്ന് കണ്ടെത്തി. ശ്രീമതി വീണ യാതൊരുവിധ സേവനങ്ങളും നൽകാതെയാണ് CMRL നിന്നും പണം കൈപ്പറ്റിയത്. ശ്രീമതി വീണ തിരുവനന്തപുരത്ത് തൻ്റെ പിതാവായ ശ്രീ P. വിജയനൊപ്പമാണ് താമസിക്കുന്നതെന്ന് EDക്ക് രഹസ്യ വിവരം ലഭിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ താമസിച്ചിരുന്ന പരിസരത്ത് പരിശോധന നടത്തി. പരിശോധനാ സംഘം ശ്രീമതി വീണ താമസിച്ചിരുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവരുടെ പിതാവ് ശ്രീ P. വിജയനും അവിടെ ഉണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൃത്യമായി വിവരമെടുക്കാൻ വീണയെ തപ്പുമ്പോൾ വീണ താമസിക്കുന്ന പിതാവിനൊപ്പമാണ്. അതുകൊണ്ട് അവിടെ പോയി അപ്പോൾ പിതാവായ വിജയനും ഉണ്ടായിരുന്നു. പരിശോധനയിൽ കുറ്റകൃത്യം തെളിയിക്കുന്ന നിരവധി രേഖകൾ, അക്കൗണ്ടുകൾ, ഡിജിറ്റൽ തെളിവുകൾ, നിക്ഷേപങ്ങൾ, ബാങ്ക് FD എന്നിവ കണ്ടെത്തി. അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്തിയില്ലെന്ന് CPMകാർ പറഞ്ഞ ക്യാപ്സൂൾ തെറ്റാണ്. ED അവരുടെ പത്രക്കുറിപ്പിൽ പറയുന്നു. പരിശോധനയിൽ കുറ്റകൃത്യം തെളിയിക്കുന്ന നിരവധി രേഖകൾ, അക്കൗണ്ടുകൾ, ഡിജിറ്റൽ തെളിവുകൾ, നിക്ഷേപങ്ങൾ, ബാങ്ക് ഫിക്സ്ഡ് ഡിപ്പോസിറ്റുകൾ എന്നിവ കണ്ടെത്തി. പരിശോധനയിൽ കണ്ടെത്തിയ ഏകദേശം 242 അക്കൗണ്ടുകളിലായി 18.36 കോടിയോളം രൂപ ED മരവിപ്പിച്ചു. വീണ്ടെടുത്ത തെളിവുകൾ വിശകലനം ചെയ്തു വരികയാണ്. ഇവിടെ രാഷ്ട്രീയക്കുഴപ്പമുണ്ട്. ഈ 18.36 കോടി രൂപ
242 അക്കൗണ്ടുകളിൽ മരവിപ്പിച്ചു എന്ന് പറയുമ്പോൾ 242 അക്കൗണ്ട് വീണയുടേതാണോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട്. അല്ല എന്നാണ് പത്ര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വീണയുടെ അക്കൗണ്ടുകളും ഉൾപ്പെട്ടിരിക്കുന്നു. 242 അക്കൗണ്ടുകൾ ഭൂരിഭാഗവും CMRLുമായി ബന്ധപ്പെട്ടതാണ്. ഈ പശ്ചാത്തലത്തിൽ തെളിവുകൾ കണ്ടെത്തി മരവിപ്പിച്ചു എന്ന് വ്യക്തമായി പറയുന്നു. തിരുവനന്തപുരത്ത് ശ്രീമതി വീണയുടെയും ശ്രീ പി വിജയന്റെയും വസതിയിൽ പരിശോധന പൂർത്തിയായതിനു ശേഷം ഒരു കൂട്ടം ആളുകൾ EDയുടെ ഒരു പരിശോധനാ സംഘത്തെ ആക്രമിച്ചു. യാതൊരുവിധ പ്രകോപനവുമില്ലാതെ ജനക്കൂട്ടം ED സംഘത്തിന്റെ കാറുകൾക്ക് നേരെ ഇഷ്ടികകളും ഇരുമ്പ് വടികളും ഉപയോഗിച്ച് ആക്രമണം നടത്തുകയായിരുന്നു. ഇത് ചിലർ ആസൂത്രണം ചെയ്ത് നടത്തിയ ആക്രമണമാണെന്നും അതല്ലാതെ പെട്ടെന്നുണ്ടായ ഒരു പ്രതികരണമല്ലെന്നും വ്യക്തമാക്കുന്നു. ED പരിശോധനാ സംഘവും CRPF ഉദ്യോഗസ്ഥരും സഞ്ചരിച്ചിരുന്ന 3 കാറുകളാണ് ആക്രമിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്തത്. ആക്രമണത്തിൽ കാറിലെ ഡ്രൈവർമാരിൽ ഒരാളുടെ കണ്ണിന് പരിക്കേറ്റു. ED കൃത്യമായ നിയമ നടപടികൾ പാലിക്കുകയും ജനക്കൂട്ടത്തെ പ്രതിരോധിക്കാനോ അവർക്ക് നേരെ യാതൊരുവിധ ബലപ്രയോഗം നടത്താനോ മുതിർന്നില്ല. അക്രമികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനായി ED തിരുവനന്തപുരം പോലീസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവസാനത്തെ പോലീസ് ശ്രദ്ധിച്ചു കേൾക്കണം. കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണം കണ്ടെത്താനായി CMRL നിന്ന് കൈക്കൂലിയോ പണമോ കൈപ്പറ്റിയ മറ്റു വ്യക്തികളെക്കുറിച്ച് അന്വേഷണം ED തുടർന്നും കൊണ്ടുപോകും. എന്ന് വെച്ചാൽ അന്വേഷണം പൂർത്തിയായിട്ടില്ല. ആരൊക്കെയാണോ ശശിധര കർത്തയിൽ നിന്ന് പണം കൈപ്പറ്റിയത് ആ പണത്തെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം ഇനിയും ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ശശിധര കർത്തയിൽ നിന്നും മാസപ്പടി വാങ്ങിയവരൊക്കെ കുടുങ്ങും. പ്രത്യേകിച്ച് വീണയെപ്പോലെ അതിബുദ്ധി കാണിച്ച് തെളിവുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ.